നെയ്യാറ്റിൻകരയിലെ മണിയൻ എന്ന ഗോപന്റെ മരണത്തിൽ അനുയോജ്യമായ സമയത്ത് കല്ലറ പൊളിക്കുമെന്ന് ജില്ലാ കളക്ടർ. സ്ഥലത്തെ സാഹചര്യം പരിശോധിച്ച് സമാധാനപരമായി കല്ലറ പൊളിക്കും. ക്രമസമാധാന പ്രശ്നമില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അനുകുമാരി പറഞ്ഞു. പോലീസുമായി ആശയവിനിമയം നടത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. ഇപ്പോൾ വിവരങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തി ചേരുന്നു. നൃപൻ, ഇപ്പോൾ ഏതായാലും ജില്ലാ ഭരണകൂടത്തിന് പോലീസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഈ വിഷയത്തിൽ. കഴിഞ്ഞ ദിവസം അവിടെ എത്തി ഈ പ്രശ്നത്തെ വഷളാക്കാൻ ശ്രമിച്ച BJP സംഘപരിവാർ സംഘടനകൾ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പോലീസ് പൊളിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തുകൊണ്ട് പോകാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ ഇന്ന് ഈ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം ഈ ഗോപൻ്റെ മകൾക്ക് എന്തോ മാനസിക അസ്വാസ്ഥ്യം വന്നതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ് നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സിജു, നെയ്യാറ്റിൻകര ആറാലുമൂട് മണിയൻ എന്ന് വിളിക്കുന്ന ഗോപൻ്റെ മരണത്തിലെ ദുരൂഹതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ദുരൂഹത നീക്കുക എന്ന് തന്നെയാണ് പോലീസിൻ്റെ നടപടി. കഴിഞ്ഞ ദിവസം പോലീസ് ഇതിനനുസരിച്ചുള്ള നടപടികൾ ആരംഭിച്ചതാണ്. പക്ഷേ സംഭവ സ്ഥലത്ത് ചില സംഘർഷങ്ങൾ, കുടുംബത്തിലെ അംഗങ്ങൾ ഈ കാര്യത്തിലെ വിയോജിപ്പ് രേഖപ്പെടുത്തി. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ മറ്റു തരത്തിലുള്ള ധ്രുവീകരണത്തിലുള്ള ശ്രമം കൂടി ആരംഭിച്ചപ്പോഴാണ് പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിച്ചത്. കളക്ടർ ഇക്കാര്യത്തിൽ പോലീസിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഇന്ന് നെയ്യാറ്റിൻകര DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പ്രത്യേക സംഘർഷാവസ്ഥ ഇല്ല, ഈ കാര്യത്തിൽ അടിയന്തരമായ പരിശോധനയാകാം എന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ ഉത്തരവ് ഉണ്ടായാൽ ഉചിതമായ സമയം നോക്കി ഇത് പരിശോധന നടത്തുക, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക എന്ന് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ലക്ഷ്യമിടുന്നത്. ഇനി എപ്പോഴായിരിക്കും ഇതിൻ്റെ ഈ കല്ലറ തുറന്നുള്ള പരിശോധന എന്ന കാര്യത്തിൽ മാത്രമേ അവ്യക്തതയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില തരത്തിലുള്ള ധ്രുവീകരണത്തിലേക്കും മറ്റു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നില്ല, പുറത്തുനിന്ന് എത്തിയവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച ശേഷം മുന്നോട്ട് പോകാം എന്ന തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇത് മാറ്റിവെച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയുന്നത് കളക്ടറും ഇത് സംബന്ധിച്ച തീരുമാനം പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ സമയത്ത് ഇതിൻ്റെ നടപടികളിലേക്ക് പോകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ നടപടികളിലേക്ക് പോകും. മറ്റൊരു കാര്യം സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലെ ഈ പറഞ്ഞ മരിച്ച ഈ ഗോപൻ്റെ മരുമകൾ അല്പം മുമ്പ് ദേഹാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ ഗോപൻ്റെ ഭാര്യയെയും ഒപ്പം തന്നെ ഇളയ മകനും അങ്ങോട്ട് പോയിട്ടുണ്ട്. കുടുംബം ഒരാൾ മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ അവശേഷിക്കുന്നത്. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ആംബുലൻസിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ മറ്റ് എതിർപ്പുകളൊന്നും പ്രദേശത്ത് ഇപ്പോൾ നിലവിലില്ല. ഈ പറഞ്ഞ എതിർപ്പുകൾ ഉയർത്തിയ ആളുകൾക്ക് തന്നെ കോടതിയെ സമീപിക്കാനുള്ള സമയമുണ്ടായിരുന്നു. കോടതിയിൽ അവർ നിയമപരമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ഥലത്ത് നിലവിൽ സംഘർഷ സാധ്യത ഒന്നും തന്നെ ഇല്ല എന്ന റിപ്പോർട്ട് തന്നെയാണ് പോലീസ് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ സംഭവം ഉണ്ടായി. ഈ ഗോപൻ എന്ന് പറയുന്ന ഇപ്പോൾ നാട്ടുകാർ മാത്രമാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. പോലീസിന് അവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നാം കരുതുന്നത്. ഈ മണിയൻ എന്ന് പറയുന്നയാൾ ആറാലുമൂട് നേരത്തെ മറ്റു ചില ജോലികൾ ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം ഇവിടെ ഒരു ആശ്രമം ആരംഭിക്കുന്നു, ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിക്കുന്നു. അതിനുശേഷം സമാധി തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് പോയി എന്ന് മക്കളുടെ മൊഴി മാത്രമാണ് നിലവിലുള്ളത്. മരണ സമയത്തെ സംബന്ധിച്ച് മക്കളും ഭാര്യയും പറയുന്ന വിശദാംശങ്ങൾ മാത്രമേ പോലീസിന് കൈവശമുള്ളൂ. ആചാരപ്രകാരം സമാധി ആണ് പിതാവ് ആയത് എന്ന് മകൻ പറയുന്നു. തുടർന്ന് പ്രദേശത്തുള്ളവർ സ്ഥലത്ത് തന്നെ അയൽവാസിയായ വിശ്വംഭരൻ എന്നൊരാളാണ് പോലീസിന് പരാതി നൽകിയത്. മറ്റു നാട്ടുകാരും സമാനമായ പരാതി ഉന്നയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർ നടപടികൾക്ക് വേണ്ടി ഇവിടെ എത്തിയത്. അപ്പോഴേക്കും ബന്ധുക്കൾ, ഭാര്യയും ഒപ്പം തന്നെ മരുമകളും ചേർന്നുകൊണ്ട് ഇവിടെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അവർക്ക് പിന്തുണയുമായി പുറത്തു നിന്ന് ചിലരാണ് എത്തിയത്. അവരാണ് ചില പദപ്രയോഗങ്ങളിലേക്ക് പോയി നാട്ടുകാരും അവരുമായി ചില സംഘർഷത്തിലേക്കുള്ള അവസ്ഥ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് ആ സമയത്ത് സംയമനം പാലിച്ചു. തുടർന്നാണ് നടപടിക്രമങ്ങൾ പാലിച്ച് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന് തീരുമാനമെടുത്തത്. ഇനി അടിയന്തരമായി ഈ നടപടികളിലേക്ക് പോകുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. സിജു, ശരി. നൃപനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഗോപൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത സംബന്ധിച്ച വിവരങ്ങൾ നൽകിയതായാലും ജില്ലാ ഭരണകൂടം അനുയോജ്യമായ സമയത്ത് കല്ലറ പൊളിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്.